ചാറ്റ് ജിപിടിക്ക് തെറ്റോ? ചാറ്റ് ജിപിടി മറ്റേ ഗൂഗിൾ ക്രോം നോക്ക്. ചാറ്റ് ജിപിടി 1653 ജൂൺ. ചാറ്റ് ജിപിടിക്ക് തെറ്റാണെങ്കിൽ നമ്മളിപ്പം നാണം കെടുത്തും. ചാറ്റ് ജിപിടി സാറ്റർഡേ ഗൂഗിൾ ക്രോം നോക്ക് കേട്ടെ. തെറ്റാത്. ചാറ്റ് ജിപിടി ഒക്കെ തെറ്റുകൾ വരുന്നു. ചാറ്റ് ജിപിടി തെറ്റാതെ ചാറ്റ് ജിപിടിയില് കാണാതെ പറയാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലും പറ്റില്ല. കാണാതെ പറയാൻ ഞാൻ ദിവ്യനല്ലോ. അയ്യോ, 18 ഉണ്ട്. അതെങ്ങനെ സമയം പോലും വേണ്ടാന്ന് പറയണേ? നീ എടുത്തിട്ട് എണ്ണുമല്ലേ, പിന്നെ എണ്ണയാതില്ല. ഹാർമോണിയം വായിക്കുന്നവർക്ക് ഒരു നോട്ട്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിലിങ്ങനെ ഓരോ ചിഹ്നങ്ങളാ. ചിലപ്പോൾ അറിയാൻ പറ്റും. ഒരു ഇങ്ങനെ വരയും 2 വരയും ഇതാണ്. അതില് സത്യത്തിൽ ഇത് കമ്പോസ് ചെയ്യുന്നത് മാത്സിൽ തന്നെയാണ്. ഇതിനൊരു വാല്യൂ കൊടുത്താണ്ടല്ല 1 2 2 1 2 2 3 4 3. അപ്പൊ 1 2 2 3 4 3 അടിച്ച് ഒരേ പാറ്റേണിൽ ഒരു മ്യൂസിക് കിട്ടും. ഒന്ന് പഠിപ്പിച്ചു തരാം. ഈസി ആയിട്ടോ? ഈസി ആയിട്ട്. ചുമ്മാ 2 പേരുടെ മുമ്പിൽ ഷോ കാണിക്കാനായിട്ട് പെട്ടെന്ന് ശരി. ശരി, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, കുറേ കടല ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ കടലയുണ്ട്. ഇത് എണ്ണി തീരാൻ കുറേ സമയം എടുക്കും. ശരി, റെഡി? ഞാൻ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ കണ്ണു കാണാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും. ഞാൻ കൈ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ഒന്ന് നോക്കിക്കോ വേണമെങ്കിൽ. ഓക്കെ, ആ ഇവിടെ ഇട്ടിരിക്കുന്നു. ഇതിന്റെ പുറകിലുണ്ട് കടല. കണ്ണടച്ചോ? ഓക്കെ. ഇത് 3 ഉള്ളു. നോക്കാനൊന്നുമില്ലല്ലോ. ഇച്ചിരി കൂടുതലിട്ടോ? കൂടുതൽ. ശരി, അത് ഫൗളായിരുന്നു. ഞാൻ കാണാതെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കാണാതെ പറയാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലും കാണാതെ പറയാൻ ഞാൻ ദിവ്യനല്ലോ. അയ്യോ, ഞാൻ പറയുന്നത് ഒറിജിനൽ സ്കില്ലുകളാണ്. ഫോട്ടോഗ്രാഫിയാണ്. മറ്റേത് പ്രഡിക്ഷൻ ആയിപ്പോ, പ്രവചനമായിപ്പോ. കണ്ടോളാം. അപ്പോ ഞാനൊന്ന് എണ്ണട്ടെ. ഓക്കെ, ഡൺ. സെന്റർ. റെഡി? എവിടാ? അവിടെ. ശരി, നോക്കാം. നമ്മളിപ്പോ നോക്കുക. നോക്കിയിട്ട് നമ്മൾ ഫാസ്റ്റ് കണ്ടിരിക്കുക. 18 ഉണ്ട്. അതെങ്ങനെ സമയം പോലും വേണ്ടാന്ന് പറയണേ? നീ എടുത്തിട്ട് എണ്ണുമല്ലേ, പിന്നെ എണ്ണയാതില്ല. പിന്നെ എണ്ണിയാ മതിയല്ലോ. എന്നിട്ട് എണ്ണിയോ? എണ്ണും. മനസ്സിലെപ്പോ എണ്ണല്ലേ, ഇത് കാണുമ്പോ കിട്ടൂല്ലോ. ഇപ്പൊ കണ്ടേ, ഇതിപ്പോ എത്ര ഉണ്ട്? 4. എണ്ണിയാണോ? പെട്ടെന്ന് എനിക്ക് അറിയാം 4 അതെനിക്ക് എനിക്കിതറിയാം. ഇത് കാണുമ്പോഴാ. 10 കൂടുതൽ 5 കൂടുതലൊക്കെ അങ്ങനെ എണ്ണാൻ അറിയാം. അറിയാൻ പറ്റും. ഓക്കെ, അത് അടിപൊളി. ഇതിപ്പോ എത്ര ഉണ്ടെന്ന് എണ്ണാൻ പറ്റുമോ? ഇതിപ്പം 8. പെട്ടെന്ന് എണ്ണാൻ പറ്റുമോ? 8. എനിക്കിതേ ഇവിടെ ഇങ്ങനെ മറ്റേ ജോത്സ്യം ചെയ്യുന്നത് പോലെ മാറ്റി മാറ്റിയാലേ അറിയാം. 8 അല്ലേ? അതുണ്ടാ, ഇത് എണ്ണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടാ, ഇതിപ്പോ നമ്മൾ കാണുക കാഴ്ചയില്. ഇതിന്റെ അടിസ്ഥാന തത്വം തന്നെ. ഇതിപ്പോ കാണുമ്പോ എത്ര ഉണ്ട്? ഇതിപ്പോ 9 എണ്ണം ഉണ്ട്. കാണുമ്പോ 9 എനിക്ക് കിട്ടുക. അതെങ്ങനെ കിട്ടും? അതാണ് ഇതിപ്പോ ഉണ്ടേ. ഇതാണ് ഇതിപ്പോ ഉണ്ടാ. ഇത് എത്ര ഉണ്ട്? 5. എണ്ണാതെ തന്നെ 5 എണ്ണം കിട്ടിയോ? പെട്ടെന്ന് എനിക്ക് 5 ഇത് ചില ആൾക്കാർ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ നെഗറ്റീവ് കമന്റ് കുറവാണ് എന്റെ ഇന്റർവ്യൂസിനെല്ലാം. എല്ലാം പോസിറ്റീവ് ആണ്. ആദ്യമായിട്ട് കാണുമോ ചില ആൾക്കാർ? ചില ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ കടലേക്ക് ഇടുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ എന്താ പറയാ, അനലൈസേഷൻ പ്രോസസിങ് സ്പീഡാണ്. ഞാൻ കടല വെച്ച് തെളിയിക്കുന്നുള്ളൂ ഇത്രയും ചെറിയ ഒബ്ജക്റ്റിനെ പ്രോസസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതിന്റെ പ്രോസസിങ് സ്പീഡിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മളുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലേ, 4 അക്ക നമ്പരാ. എന്താ 4 അക്ക നമ്പർ കൊടുത്ത് ചിന്തിച്ചിട്ടുണ്ടോ? വാഹനങ്ങൾ 4 അക്ക നമ്പർ നമുക്ക് ഒരു ഒറ്റ കാഴ്ചയിൽ ഏതൊരാൾക്കും, നമ്മൾ ഇവിടെ താമസിക്കുന്ന ഏതൊരാൾക്കും ആ നമ്പർ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട. നമ്മൾ ഇച്ചിരി വെരി ബ്രില്യന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ABCD എന്ന് കൊടുക്കണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ നമ്പർ മാത്രം നോട്ട് ചെയ്യും. AB നോക്കത്തില്ല, അല്ലെങ്കിൽ CD അത് നോക്കത്തില്ല. അതുകൊണ്ട് നോക്കുമ്പോഴേക്കും സമയം പോകും. കിട്ടും. അപ്പൊ ആ ഒരു പ്രോസസ്സിംഗ് സ്പീഡ് വെച്ചിട്ട് നമുക്ക് പല ജോലി സ്ഥലങ്ങളിലും ആ ഇത് വേണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇതിപ്പം ഇംഗ്ലീഷ്, ഇതേ ഡിജിറ്റൽ. സത്യത്തിൽ ഈ ഡിജിറ്റൽ അസറ്റ് മേക്കിംഗ് കമ്പനി, ഇതൊന്നും നമ്മൾ സ്പെല്ലിംഗ് നോക്കാതെ വായിക്കുന്നത് അല്ലേ? നമുക്ക് ഒറ്റ ഗ്ലാൻസ് അറിയാൻ പറ്റും. ഇത് ഡെഡിക്കേറ്റ് നമ്മൾ പഠിച്ച് അറിയാൻ പറ്റും. പക്ഷെ ഇത് അന്യഭാഷ, ഒരു തമിഴായിരുന്നെങ്കിൽ
പെട്ടെന്ന് നമ്മൾ തമിഴ് ആയിരുന്നെങ്കിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു വയ്ക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കും ഇത് ഏത് അക്ഷരം ഇത് ഡി. ഓരോ ആൽഫബറ്റ് വീതം. പക്ഷെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴോ അത് ഈസിയാവും. ഇതിന് ബ്രെയിൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അതേ പ്രോസസ് സ്പീഡാണ് ഈ ഒരു പ്രാക്ടീസ് വഴി നമുക്ക് കിട്ടേണ്ടത്. ഇത് ചെയ്തെടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് ഇല്ലേ, ലാംഗ്വേജ് ഞാൻ ഈ ഒറിയ ലാംഗ്വേജ് ഒക്കെ 8 മണിക്കൂറിനാണ് പഠിച്ചത്. അല്ല ഇത് ഞാൻ ഒന്നുകൂടെ ഉറപ്പുവരുത്തുക 71 തന്നെ. നമ്മളിപ്പോ അവിടെ ഇരുന്നിട്ട് ഇത് എണ്ണാൻ പറ്റുമോ നോക്കേ, കണ്ണ് വെച്ചിട്ട് കൈ കൊടുക്കുന്നത്. ഇപ്പൊ എവിടെ നിന്നും തുടങ്ങും, ഇവിടെ നിന്ന് തുടങ്ങും. ഇപ്പൊ 2-3 സംശയങ്ങൾ ഞാൻ തരുന്നത് അറിയാം. നമ്മളിങ്ങനെ എണ്ണുന്നതായിരിക്കും. ഒന്ന്, എങ്ങനെ ഞാൻ അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് 29 28 18 പറയുന്നു. ഇതിപ്പോ ഞാൻ എണ്ണണമെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ എണ്ണാൻ പറ്റും, അതാണ് ആദ്യം നോക്കണം. ഇപ്പൊ ആൾക്കാർ അറിയാം ഇത് ഫേക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്നാ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുമെന്ന് വെച്ചോ, 1 2 3 4 5 6 കൈ കൊടുക്കാതെ എണ്ണ ശ്രമിച്ചു നോക്കായിരുന്നു. ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ? അങ്ങനെ കൺഫ്യൂഷൻ വരത്തില്ലേ? ഇല്ലേ, ആ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ എങ്ങനെയോ ഇത് എണ്ണണമല്ലോ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോളിസി തന്നെയാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ എണ്ണം കിട്ടും, ഈ ഫോട്ടോ പോലെ എനിക്ക് എണ്ണം കിട്ടും ഇത്. പക്ഷെ ഇത് സത്യത്തിൽ 70 മേലെയുണ്ട്. ഇപ്പൊ 40 പറഞ്ഞേ. എനിക്കിത് കണ്ടിട്ട് ഒരു 40 റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. ഇത് 71 ഉണ്ട് കറക്റ്റ്. പക്ഷെ നമ്മൾ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെ കാഴ്ചയില് നമ്മൾ പെർസിസ്റ്റന്റ് വിഷൻ എന്ന് പറയും, വീക്ഷണസ്ഥിരത. ഈ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. ഈ വർണ്ണപ്പമ്പരം കറക്കുമ്പോൾ വെള്ള കളറിൽ കാണുമെന്ന് പറയുന്നത്. അപ്പൊ 16 സെക്കൻഡിലേ നമ്മൾ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത്. പഴയ സിനിമ ഫിലിമായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. പണ്ട് മറ്റേ റോൾ എടുത്ത് കയറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് കാണാനുള്ള കാരണം ഇതാണ്, നമ്മൾ പണ്ട് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കാഴ്ചയിൽ ഇത് നമുക്ക് 40 തോന്നുന്നുള്ളെങ്കിൽ നമ്മൾ അസംഷനിൽ അതിലാണ് നിൽക്കുന്നത്. നമ്മുടെ ലൈഫിൽ പലയെടുക്കുന്ന തീരുമാനങ്ങളിലും തെറ്റാണ് അസംഷൻ. അവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു കല്യാണത്തിന് നമ്മൾ 800 വരെ അല്ലെങ്കിൽ 400 വരെ വിളിച്ചു എന്ന് പറയുന്നത്. നമ്മൾക്ക് നാരങ്ങ വാങ്ങണം, 1 കിലോ നാരങ്ങയിൽ ഈ നമ്മള് ഓൾറെഡി നമ്മളുടെ മീൻ വെക്കുന്ന ആൾക്കാരില്ലേ, മീൻ വിൽക്കുന്ന ആൾക്കാരും കടയിൽ ഈ പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ നോളജ് ഓൾറെഡി അവർക്ക് എക്സ്പീരിയൻസ് വഴിയുണ്ട്. എന്നു വെച്ചാൽ നമ്മള് ഇപ്പം ചന്തയിൽ പോയി കഴിഞ്ഞാൽ 1 കിലോ അയിലയ്ക്ക് 400 രൂപ. അപ്പുറത്തെ ചിലപ്പോൾ ഒരു ചേച്ചി 6 എണ്ണം വെച്ചിട്ട് 400 എന്ന് പറയും. അപ്പം 6 അയില 400 രൂപ, 1 കിലോ അയില 400 രൂപ. അപ്പൊ അല്ലെങ്കിൽ 6 അയില 400 രൂപ, 1 കിലോ അയില 300 രൂപ. ചിലപ്പോ 1 കിലോ അയിലക്കകത്ത് 7 എണ്ണം കാണും. നമ്മള് ചിലപ്പം ഇവിടെ കൗണ്ട് കിട്ടുന്നവരെ നോക്കും, പക്ഷെ അവിടെ ആയിരിക്കും എണ്ണം കൂടുതൽ. അവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇത് നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട്. നമ്മുടെ അസംഷൻസ്, തെറ്റായിട്ടുള്ള അസംഷൻസ് വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്താൽ യൂസ്ഫുൾ ആണ്. ഇത് ഒരു കണ്ണിന്റെ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലതാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ക്രിമിനൽസിനെ ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാവില്ലേ? ഇപ്പൊ നമ്മള് പെട്ടെന്ന് കാറോ വണ്ടിയോ വല്ലതും ഇടിച്ചിട്ടൊക്കെ പോയി, നമ്മളൊക്കെ ഒരു OTP കാണാതെ പഠിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. 100 തവണ ഫോണും നമ്മുടെ സിസ്റ്റമായിട്ട് മാറ്റി നോക്കും. അപ്പം വണ്ടിയുടെ നമ്പറൊക്കെ പെട്ടെന്ന് ഗ്ലാൻസിൽ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കേസ് തെളിയിക്കാനൊക്കെ എളുപ്പമാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വനം വകുപ്പ് ജോലി സമയത്തുള്ളതേ ഉള്ളൂ. അങ്ങനെ വലിയ കേസുകളിലേക്കുള്ള ഒരു ഭാഗ്യമോ ജോലിയോ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇത് വേറെ കാര്യം കൂടെ പറഞ്ഞത്, ഇപ്പൊ ഒരു ബിൽഡിംഗ് പണിയണം. ഒരു ബിൽഡിംഗ് വേണം, 1200 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ എത്ര കട്ട വേണം, എത്ര സിമെന്റ് വേണ്ടി വരും, എത്ര കിലോ കമ്പി വേണ്ടി വരും. ഇത് ചെയ്ത് ശീലിക്കുന്ന കോൺട്രാക്ടർമാർക്ക് പറ്റും, നമുക്കല്ലാതെ തന്നെ പറയാൻ പറ്റും. വിത്ത് എഴുത്തരാം, ഇത്ര കട്ട വരും കറക്റ്റ്. എത്ര വേണം നീളം വീതി വന്നു കഴിഞ്ഞാൽ അത് നമ്മള് കാൽക്കുലേഷൻ, നമ്മൾ വോളിയം ഓഫ് വാൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞൊക്കെ പഠിക്കാറുണ്ട് പണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത് നമ്മൾ അസംഷനിൽ കിട്ടണം. നമ്മൾ ഈ പേപ്പർ എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരു കൊടി എത്ര നീളമുണ്ട്, അല്ലെങ്കിൽ ഈ ബോർഡിന് എത്ര ഇതുണ്ട്, ഈ അസംഷന് തന്നെ ചിലർ വെയിറ്റ്. ഇപ്പം നിങ്ങൾ പച്ചക്കറി കടലൊക്കെ ചെന്ന് നോക്കിയാൽ മതി, എന്താ അവര് 1/2 കിലോ ക്യാരറ്റ് എന്ന് പറയുമ്പോഴേ അവർ കറക്റ്റ് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ടെന്ന് തൂക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും, ഏകദേശം കറക്റ്റ്. അവർക്ക് ചെയ്ത ശീലം അത് കണക്ക് തന്നെയാണ്. നമ്മൾ ഈ അസംഷൻസുകളിൽ ഇത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. പറ്റിക്കാൻ പറ്റില്ല അല്ലേ? അഥവാ അവര് മറ്റേ വെയിറ്റിൽ എന്തെങ്കിലും ട്രിക്ക് ഇട്ടാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയല്ലോ അല്ലേ? കറക്റ്റായിട്ട് പറയാൻ പറ്റും. അടിപൊളി. ഈ രേഖാചിത്രമൊക്കെ വരയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ ആൾക്കാരുടെ മൂക്ക് എങ്ങനെ? അതെ അതെ, അത് അതിനകത്ത് നിങ്ങൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും, ലോപനസ്തോന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ കൈയുടെ നമ്മളുടെ ത്വക്ക്, നമ്മുടെ സ്കിന്നിന് അപാരമായ പവറാണ്. അതിലൊരു എക്സാമ്പിൾ ഒരു സിനിമ പറയാം, നമ്മുടെ നേരെന്ന് പറഞ്ഞ സിനിമ. നേരെന്ന് പറഞ്ഞ സിനിമയിൽ ആ അനശ്വര എന്ന് പറഞ്ഞ കഥാപാത്രം, അഭിനയിക്കുന്ന കഥാപാത്രം കണ്ണ് വയ്യാത്തൊരു കുട്ടിയാണ്. അവസാനം മറ്റേ
തൊട്ട് ചെയ്യുന്ന കാണുന്നു, അമാസിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒറിജിനലി ആ സ്കില്ലുണ്ട്, ഒറിജിനലി ആ സ്കില്ലുള്ളവരുണ്ട്. അവർക്ക് സ്പർശനത്തിലൂടെ ഒരാളെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ സമയം 4:43 എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് എന്താണ്, എനിക്ക് ആ പറ്റുന്നുണ്ടെന്ന് ഞാനത് പറയുന്നത് എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാനല്ലേ പറ്റൂ. അത് ഈ സ്കില്ലാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. ഞാനിപ്പോ ഒരുപാട് തവണ ഇപ്പൊ സമയം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക്. നമ്മളിവിടെ ഒന്നും ക്ലോക്ക് ഒന്നുമില്ല. മജീഷ്യന്മാരുടെ അല്ലെങ്കിൽ അല്ല, അത് മെന്റലിസ്റ്റ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാല് മെന്റലിസ്റ്റ് കുറെ ടൂളുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം ഇട്ട് തന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടൊക്കെയാണ് മെന്റലിസ്റ്റ് ചെയ്യുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെയാണ്. ഇല്ലില്ല, മാജിക്കൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് കൂടുതൽ നമ്മൾ ഈ ഷോസിലുപരി ഈ സ്കില്ല് മനസ്സിലാക്കിയിട്ട് ഇത് എങ്ങനെയാണ് നമ്മള് കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇത് പഠിച്ചു വരുമ്പോൾ അവരാണ് നമ്മുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അവർക്കൊക്കെ എനിക്ക് ഇഷ്ടം പോലെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ മരിച്ച വർഷം, അവിടെ പോയി യുദ്ധം ചെയ്ത വർഷം, കുറെ വർഷങ്ങൾ കാണാതെ പഠിക്കാൻ. തീർച്ചയായിട്ടും കുറെ പഠിക്കും. ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ട്. കുറച്ച് നമ്മളെല്ലാം പഠിക്കണം, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം പഠിക്കണം. പക്ഷെ സ്കില്ലുകൾ വളർത്തണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം സ്കില്ല് ഇപ്പൊ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ ഒരു നിർമ്മാണം ഒരു സ്കില്ലാണ്. നമ്മളൊരു കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമുക്ക് എന്തുമാത്രം മെറ്റീരിയലുകൾ കുറച്ച് പഠിച്ചാൽ മതി. കുക്കിങ്ങിലൊക്കെ ഇത് ഭയങ്കര എളുപ്പം. കുക്കിംഗ് എളുപ്പം. എത്ര അരി വേണം, എത്ര ഇത് വേണം. അതെ. 1 കിലോ ചിക്കൻ മേടിച്ച് 8 പേർക്ക് വരെ മിനിമം കഴിക്കാൻ പറ്റും. ശ്രമിച്ചു നോക്കിയാൽ മതി. ഡെയിലി ലൈഫ് ഭയങ്കര യൂസ് ആണ്. പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. കുക്കിങ്ങിൽ ഉപയോഗിക്കാം, പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. കാര്യം മെറ്റീരിയലിസ്റ്റിക് ആണല്ലോ ഇത്. പക്ക ആക്യുറേറ്റ് വാല്യൂ ഇല്ലേ വരുന്നത്. മാത്സിന്റെ തന്നെ ഒരു വലിയൊരു റോളാണല്ലേ ഇതില്. അതെ. മാത്സ് ഇതിന്റെ എല്ലാം ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് എന്നത് ലാംഗ്വേജ് എന്നാണ് ഞാൻ പറയൂ. തിലകൻ പറയുന്നത് ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. സാറിന് അപ്പൊ ആ ഒരു എക്സ്പോഷർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെ എത്തിച്ചേർന്നേനെ? ഞാൻ പറയല്ലേ, ഇതെല്ലാം ദൈവനിമിത്തമാണ്. സത്യം പറഞ്ഞാൽ ഒരു നിയോഗമാണ്. പക്ഷെ അത് ഞാൻ ഇപ്പോഴും ഈ ജോലിയിൽ നിന്ന് 5 വർഷത്തിൽ ലീവ് എടുക്കാനുള്ള കാര്യവും എനിക്ക് അദ്ദേഹം തന്നത് ഇത് മോഡേൺ രീതിയിൽ ഇത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് ഗുരുകുല സമ്പ്രദായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പണ്ട് കാലങ്ങളിൽ ഈ ബുക്കിൽ എഴുതത്തില്ല. ഉപനിഷത്തുകളെല്ലാം പറഞ്ഞു കൊടുക്കും, ഓറൽ വഴി പറയും, കേൾക്കും, പഠിക്കും. അങ്ങനെയാണ് പണ്ട്. ഈ മന്ത്രങ്ങളെല്ലാം അങ്ങനെയാണ്. ഗുരുകുലത്തിൽ താമസിക്കുന്നു, പഠിക്കുന്നു. പക്ഷെ എഴുത്തൊന്നുമില്ല. എല്ലാം അങ്ങനെ അനുഭവിച്ചാണ് പഠിക്കുന്നത്. ഗുരു പഠിപ്പിക്കുന്ന എല്ലാം അനുഭവിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം പണ്ട് നിലനിന്നത്. അതിനെ എങ്ങനെ മോഡേൺ ആയിട്ട് ക്ലബ് ചെയ്യാം, അങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റവും നല്ലതല്ലേ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതി നമ്മൾ ചെയ്ത് കാണിച്ചു പറഞ്ഞു കൊടുക്കുക. എന്നുവെച്ചാൽ മനന, ശ്രവണ, മനന, നിധിധ്യാസന, ഈ 3 ഘട്ടമാണ് വേദകാലഘട്ടത്തിലെ ശ്രവണ പഠന രീതി. ശ്രവണം എന്ന് വെച്ചാൽ നമ്മൾ ഗുരു ഒന്ന് കേൾക്കുക, മനനം മനസ്സിലാക്കുക, നിധിധ്യാസന നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുക. ഇതായിരുന്നു അന്നത്തെ തത്വം. ഇതുപോലെ അല്ല ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ കുട്ടി വന്നിരുന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ പകുതിയും അവിടെ ശ്രദ്ധയില്ല കുട്ടിക്ക്. 1. 2 പറഞ്ഞാൽ അവൻ വീട്ടിൽ ഇപ്പൊ പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് മറന്നു പോകുന്നുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നല്ലാതെ യൂസ്ഫുൾ അല്ല. ഇപ്പൊ ഞാൻ തന്നെ കൊമേഴ്സ് പഠിച്ചു, അക്കൗണ്ടൻസി പഠിച്ചു. പക്ഷെ എനിക്ക് അക്കൗണ്ടന്റ് പോകാം. പക്ഷെ നമ്മളെടുത്ത പ്രൊഫഷൻ ഫോറസ്റ്റ് പ്രൊഫഷൻ എടുത്ത് ഇപ്പൊ ഈ ഒരു പ്രൊഫഷൻ ഇങ്ങനത്തെ രീതിയിലോട്ട് മാറിപ്പോവാ. ഇപ്പം ഞാൻ ഇതായിട്ട് എന്താണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വേറെയാണ്. പക്ഷെ ഞാൻ +1+2 എടുത്തത് ബയോളജി സയൻസ് ആയിരുന്നു. മനസ്സിലായോ എന്താണ് സ്കില്ലെന്ന് തിരിച്ചറിയാതെ. ഇപ്പോഴത്തെ കുട്ടികൾ ഇത് തന്നെ സംഭവം. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം +1+2 എല്ലാ രക്ഷകർത്താക്കളും +1+2 ശേഷം എൻട്രൻസിൽ ഇടുന്നുണ്ട്. എല്ലാ കുട്ടികളും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ. എന്നാ അവർക്ക് എൻട്രൻസ് വേണോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണല്ലേ. പല ഇഷ്ടംപോലെ മേഖലകളുണ്ട് ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിലെ. ഇഷ്ടംപോലെ സ്കില്ലുണ്ട്. ഇപ്പം ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞൊരു ഇതറിയാലോ, സ്റ്റാർലിങ്ക്. അതിനൊക്കെ തന്നെ ന്യൂറോ ലിങ്ക് വന്ന് മറ്റേ ടെസ്ലയുടെ അവിടെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ പുതുതായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോഴും പഴയ കാര്യങ്ങളും പഠിച്ച് ചിന്തയില്ല, ഒന്നുമില്ല. കാണാൻ പഠിച്ച മാർക്ക് പഠിക്കുക, +A ഉണ്ട്, അവൻ +A ഉണ്ട്, ഇവന് +A ഉണ്ട്. ഇതേ ഉള്ളു ഇവിടെ. ഇതിപ്പോ നമ്മള് ആർട്ട് പരമായിട്ടുള്ള ഒരു മേഖലയുമായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ? ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ. ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാല് ലിറ്ററേച്ചർ ആകാം, ഇത് മ്യൂസിക്കിൽ ഉപയോഗിക്കാൻ പറ്റും. മ്യൂസിക്കിൽ ഉപയോഗിക്കാൻ പറ്റും. മ്യൂസിക്കിന്റെ നോട്ട്സിന്റെ ടൈമിങ്, മ്യൂസിക്കിന്റെ നോട്ട്സിന്റെ എണ്ണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പം ഞാനിത് പഠിച്ചില്ല, ഒരു മ്യൂസിഷ്യൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് പോയപ്പം ഒരു ബേസിക് ഞാൻ എടുത്തിരുന്നു. ഞാൻ പഠിക്കാത്തതുകൊണ്ട് മാത്രം ഈ
ഹാർമോണിയം വായിക്കുന്നവർക്ക് ഒരു നോട്ട്സ് എഴുതി കൊടുക്കുന്നുണ്ട്. ആ, അതിലിങ്ങനെ ഓരോ ചിഹ്നങ്ങളാണ്, അതെ, ചിലപ്പോൾ അറിയാൻ പറ്റും. ഒരു ഇങ്ങനെ വരയും 2 വരയും ഇതാണ്. അതെ. അതില് സത്യത്തിൽ ഇത് കമ്പോസ് ചെയ്യുന്നത് മാത്സിൽ തന്നെയാണ്. ഇതിനൊരു വാല്യൂ കൊടുത്താണ്ടല്ല 1 2 2 1 2 2 ആ, 3 4 3. അപ്പൊ 1 2 2 3 4 3 അടിച്ച ഒരേ പാറ്റേണിൽ ഒരു മ്യൂസിക് കിട്ടും. അതിന് ഷഫിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ആകെ 7 അക്ഷരങ്ങളല്ലേ ഉള്ളൂ, അതിനെ കണക്ട് ചെയ്താൽ മാത്രം മതി. അവിടെയും ഈ റിവേഴ്സ് എന്തുവാ റീഡിങ്ങും നേരെ റീഡിങ്ങും ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഞാൻ റീൽ കണ്ടായിരുന്നു, മറ്റേ മധു ബാലകൃഷ്ണന്റെ സരിഗമ മകരിസ, സരിഗമ മകരിസ. അതിന്റെ ഒരു ഇച്ചിരി നീട്ടുണ്ട്. അദ്ദേഹം ഒരു 8 വേർഡ്സ് പടപടപടന്ന് പറയുന്നേക്കും. അത് സ്കില്ലാണ്. അങ്ങനെ ആ സ്കില്ല് റിവേഴ്സിന്റെ ഇതും ഇതിന്റെ കോമ്പിനേഷനും പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ കറക്റ്റ് ഇഷ്ടം പോലെ മ്യൂസിക് ഉണ്ടാക്കാം. അവിടെയും മാത്സ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ സ്കില്ലുകളെ. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ സാർ ഭയങ്കര ഈസി ആയിട്ട് എല്ലാരെയും പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ഞാനും 2 റീൽസ് ഒക്കെ നോക്കിയായിരുന്നു. അതെങ്ങനെയാ 16ഓളം ഡിജിറ്റ്സ് പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ നമ്മള് ചെയ്യാൻ പറ്റും? രണ്ടിലില്ല. വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ശാഖയുണ്ട് നമ്മളെ വേദഗണിതം. നമ്മളിതിപ്പോ ഐക്യൂഡ് സിസ്റ്റത്തിൽ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഈ വേദഗണിതത്തില് സത്യത്തിൽ നമ്മള് ഈ ഹാൻഡില് 10 വിരലുകൾ ഉണ്ട്, കാലിലും ഉണ്ട് 10 വിരൽ. ഈ 10 വിരൽ ഉപയോഗിച്ചാൽ നമുക്ക് പഠിക്കാം, മിക്ക ടേബിളുകളും പഠിക്കാം, എല്ലാം പഠിക്കാം. ഈ ഇതിന് പ്രത്യേകിച്ച് ഇതിനെല്ലാം ഭയങ്കര റിഫ്ലക്സ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതുമ്പോൾ പെട്ടെന്ന് പഠിക്കുന്നത്. ഒരു കുട്ടി 3 രീതിയിലാണ് പഠിക്കുന്നത്. ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് പഠിക്കും, ഓഡിറ്ററി ചെയ്ത് പഠിക്കും, കൈനറ്റിക് ചെയ്ത് പഠിക്കും. ഈ വിഷ്വൽ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ കണ്ട ഉടനെ പഠിക്കും. ഇപ്പൊ ഞാൻ ഇത് വിഷ്വലാണ് പഠിച്ചത്. എനിക്ക് ഓൾറെഡി വിഷ്വലും പറ്റും, ഓഡിറ്ററിയും പറ്റും, കൈനറ്റിക്കും പറ്റും. എന്നുവെച്ചാൽ ഞാൻ കാണുന്നതും പഠിക്കും, കേട്ടാലും പഠിക്കും, എഴുതിയാലും പഠിക്കും. അതുകൊണ്ടാണ് പണ്ട് ചില കുട്ടികൾക്ക് എഴുതുന്നത് എല്ലാ കുട്ടികളും കൈനറ്റിക്കിന് പഠിക്കാൻ പറ്റും. എല്ലാ കുട്ടികളും കൈനറ്റിക്കില് ബ്രില്യൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം പ്രാക്ടിക്കൽ ചെയ്യുന്നത് പഠിക്കുന്നത്. നമ്മൾ പഠിക്കണമെങ്കിൽ കൈനറ്റിക് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ചില കുട്ടികൾ പഠിക്കുമ്പോൾ തലയൊക്കെ കുരുക്കിട്ട് എന്ന് വായിക്കും, നടന്നു പഠിക്കും, ഓടും, ഭയങ്കരമായിട്ട് ഇതാക്കും. അത് ഈ ചലനം, ഈ കൈനറ്റിക് മൂവ്മെന്റ് പഠനത്തിന് സഹായിക്കും. ചിലർ വിഷ്വലൈസേഷൻ ചെയ്താലും ഇതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റാത്തത് ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ട്രെയിൻ ചെയ്താൽ ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 4 നമ്പർ പറ്റുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മള് ടേബിൾ ആയാലും ഇതായാലും നമ്മൾ ഇതിനെ ആദ്യം നമ്മൾ ഏത് മേഖലയാണെന്ന് കണ്ടെത്തണം. വിഷ്വലൈസേഷൻ ആണ്, ഓഡിറ്ററി ആണ്, കൈനറ്റിക് ആണ്. ഇതിന് കുറെ ട്രിക്സ് ഉണ്ട്. ഊർജ്ജ ത്രിയാഭയം എന്ന് പറഞ്ഞൊരു ട്രിക്ക് ഉണ്ട് വേദിക് മാത്തമാറ്റിക്സിൽ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 16 നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 5 നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റില്ല. 2 5 നമ്പർ ഇട്ടോ, 5 നമ്പർ 2 5 നമ്പർ എഴുതിയിട്ടോ. 5 നമ്പർ വരെ നമ്മളെ ഫോണിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഫൈനൽ ആൻസർ എഴുതി തരാം. ഇൻറ്റു 1 2 3 4 5 ഇൻറ്റു താഴോട്ട് എഴുതിക്കാം. 2 5 അല്ലേ? 5 എഴുതിക്കാം. വലിയ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ള നമ്പേഴ്സ് ആണ് ഞാൻ എഴുതുന്നത്. മതി, ഓക്കെ, ശരി. ഇതിന് ആൻസർ ഞാൻ എഴുതിപ്പം ഞാൻ പണ്ടൊരു പരിപാടിക്ക് ഇത് തന്നപ്പം തിരിച്ചെഴുതി വെച്ചിട്ടുണ്ട് ഒരു ചാനലിൽ. ഞാൻ നേരെ തന്നെ എഴുതാം. ഓക്കെ, ആൻസർ മാത്രം എഴുതി പോണേ. ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇത് സത്യത്തിൽ ഇത് ഞാൻ പറഞ്ഞത് ഊർജ്ജ ത്രിയാഭി എന്നൊരു ട്രിക്കാണ്. ഇത് നല്ല ട്രെയിൻ ചെയ്തെടുക്കുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ കുഞ്ഞിലെ ഒരു 5-5 ക്ലാസ് തൊട്ടേ ഇത് ട്രെയിൻ ചെയ്യണം. പക്ഷെ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാല് ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു കപ്പാസിറ്റി നമ്മൾ ബ്രെയിനിന് കിട്ടും. നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അത് മതി ഹയർ സ്റ്റഡീസിന് വേണ്ടുന്ന പഠിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാം പറ്റുന്നത് ഇതൊരു ബ്രെയിൻ എക്സസൈസ് കൂടെ കൂടിയാണ്. 4 5 6 8 7 8 6 വലിയ നമ്പറാണ് വരുന്നത്.
രണ്ടെണ്ണം തോന്നുന്നു. അയ്യോ എൻ്റെ അമ്മയെ ഭയങ്കര കറക്റ്റാ. എത്ര നോക്കി ആൻസർ എന്ന് പറയാമോ? ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. കറക്റ്റാണോ? ആൻസർ വായിച്ചോ? എനിക്ക് ഇത്ര വലിയ ടാസ്ക് ആണോ ഉദ്ദേശിച്ചത് വരാൻ? 1962197024. എങ്ങനെ ഈസിയാ ഇത് പഠിച്ചെടുക്കാം. ഇത് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8x8 ഇവിടെ എഴുതി ക്യാരി മുകളിൽ പോയി കുറെ പോയി എത്ര സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനിലായിട്ട് വേണം. അതെ വേദഗണിതം എന്ന് പറയുന്നതിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. നമ്മൾ പഠിക്കണം. അത് കുട്ടികൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. പഠിക്കണം. കാര്യം നമ്മൾ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിക്കുന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് പഠിച്ചുകൂടാ? അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പം അത് ഉപയോഗിക്കണം. ഈസി ആയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കോ? ഒന്ന് പഠിപ്പിച്ചു തരാം. ഈസി ആയിട്ടോ? ഈസി ആയിട്ട് ചുമ്മാ രണ്ടുപേരുടെ മുമ്പിൽ ഷോ കാണിക്കാനായിട്ട് പെട്ടെന്ന് ഓക്കെ ശരി. ഫോൺ എടുക്ക. നമുക്ക് ക്യൂബ് റൂട്ട് എന്നൊരു സംഭവം അറിയാം. അമ്മേ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ. അതെ. ഒരു 2 ഡിജിറ്റിനെ ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് അടിക്കുക 3 പ്രാവശ്യം. ഒരു 2 ഡിജിറ്റ് ഇപ്പൊ 25 ആണെങ്കിൽ 25 × 25 × 25. ഓക്കെ. ഇഷ്ടമുള്ള 2 ഡിജിറ്റ് ചെയ്തു. അടിച്ചു. ആൻസർ പറഞ്ഞേ. 25നെ തന്നെ ഞാൻ അല്ലല്ല, ഇഷ്ടമുള്ള 2 ഡിജിറ്റ് അടിക്കും. വേറെ ഏതെങ്കിലും. ഓക്കെ. ഇഷ്ടമുള്ളത് മനസ്സിലായി. ഇഷ്ടമുള്ളത് ചെയ്തു. ഭയങ്കര ഇഷ്ടമുള്ള നമ്പർ. 2 ഡിജിറ്റ് അല്ലേ? ആൻസർ എത്ര? 9261. കൊച്ചു നമ്പറായി പോയി. എടുത്തത് 21 അല്ലേ അടിച്ചത്? അതെ. ഇച്ചിരി നല്ല അടിക്കുക. ഇച്ചിരി കൂടെ നല്ലതോ? ഇച്ചിരി ടഫായിട്ടുള്ള അടിക്കുക. ടഫ്. ഓക്കെ ടഫ് തരാം. ചെറിയ നമുക്ക് എളുപ്പമുള്ളത് താല്പര്യമില്ല. ടഫ് ആണേ. ആൻസർ പറയട്ടെ. 636056. 636056. അതെനിക്ക് തോന്നുന്നു 86 അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. ശരി. ഓക്കെ 2 ഡിജിറ്റ് ഓക്കെ അതല്ല. ഇനി ഒരു ഇഷ്ടമുള്ള 3 ഡിജിറ്റ് അടിക്കുക. 3 ഡിജിറ്റിന് 3 പ്രാവശ്യം അടിക്കുക. ടഫ് ആണോ? ടഫാണ് ഇഷ്ടം. ഇഷ്ടമുള്ള 3 ഡിജിറ്റ് 3 പ്രാവശ്യം അടിക്കുക. 3 പ്രാവശ്യം അടിച്ചേ. ആൻസർ പറഞ്ഞേ. 500566184184. അല്ലേ? ഭയങ്കര ടഫ്. നോക്കാം. ഞാൻ അടിച്ചത് എന്താന്ന് മറന്നു പോകാതിരിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് അടിച്ച നമ്പർ എന്ന് പറയുന്നത് 8 അല്ല 7 അല്ലേ? ഫസ്റ്റ് നമ്പർ 7. 7 9 അല്ലേ? ഇതുവരെ ശരിയാ. പിന്നെ വരുന്ന 4. അപ്പൊ ഇത് രണ്ടും കണ്ടപ്പോഴത്തേന് എന്താ ഭയങ്കര തോന്നി. ഇനി ഞാൻ 2 ഡിജിറ്റ് ഞാൻ സത്യത്തില് നമ്മൾ ഇതിനെ സത്യത്തിൽ ഇത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഡിവൈഡ് ചെയ്ത് പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ 2 ഡിജിറ്റ് ഇല്ലേ തിരിച്ച് പറയുന്ന കാണിച്ചു തരാം. ഇപ്പൊ എന്റെ അത്ര സ്പീഡിൽ 2 ഡിജിറ്റിന് പറയും. കുറച്ച് പഠിക്കണം കേട്ടോ. 1ന്റെ 2ന്റെ 3ന്റെ 4ന്റെ 5ന്റെ 6ന്റെ ഇത് പാണ പഠിക്കണം. 7ന്റെ 8ന്റെ ഇത് എളുപ്പമാ. ഇത് എളുപ്പമാണല്ലേ? 10 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് കാണാതെ പഠിക്കണം. 10 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാം. ഈ വയസ്സാം കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഇത് കാണാൻ പറ്റും. ഒരു 2 ഡിജിറ്റ് നമ്പർ അടിക്കേ. ഏതെങ്കിലും ഇഷ്ടമുള്ള 2 ഡിജിറ്റ് നമ്പർ ടഫ് ആണോ? ഇഷ്ടമുള്ള അടിക്കുക. സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയാ. പഠിക്കാനാണെങ്കിൽ ഈസി ആയിട്ടുള്ള ഞാൻ അടിക്കുവേ. ഓക്കെ. ക്യൂബ് ആണോ? ഇൻറ്റു 3 തൊട്ട് അടിച്ചോ. ആൻസർ എത്ര കിട്ടി? 4096. 4096. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്പറാണ്. അപ്പൊ ഇതിനകത്ത് 4 അക്ക നമ്പർ അല്ലേ? ചിലപ്പോ 6 അക്ക നമ്പർ വരും. 2 ഡിജിറ്റ് ആകുമ്പോൾ മാക്സിമം 6 വരെ വരും. നമ്മൾ വലത് സൈഡിൽ നിന്ന് 1 2 3 എണ്ണി കട്ട് ചെയ്യുക. 3 കട്ട് ചെയ്യുക. ചിലപ്പോ രണ്ട് ഭാഗം കിട്ടും. ചിലപ്പോ രണ്ടാമത്തെ ഭാഗത്ത് ചിലപ്പോൾ 3 നമ്പർ കാണാം. ചിലപ്പോ 1 നമ്പറാണ്, 2 നമ്പറാണ്, 3 നമ്പറാണ്. 2 ഭാഗം കിട്ടിയേ. ഈ ഒന്നാമത്തെ ഭാഗത്തിലെ 4 എന്ന് പറയുന്നത് ഏകദേശം ഏതിൽ നമ്പറിൽ അടങ്ങും? ഏകദേശം 1നും 2നും ഇടയ്ക്ക്. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? 1. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് 1. മനസ്സിലായോ? ഇനി ഇതിന്റെ ലാസ്റ്റ് നമ്പർ നോക്കേ. 96. ലാസ്റ്റ് നമ്പർ മാത്രം 6.
ലാസ്റ്റ് 6 വരുന്ന നമ്പർ ഏതാ? ലാസ്റ്റ് 6 വരുന്ന 6. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്തിനാ? അതൊന്നും ചുമ്മാ ഇട്ടേക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ വെച്ചിട്ട് ടഫ് വരട്ടെ. സ്വന്തമായിട്ട് തന്നെ ഇട്ട് സ്വന്തമായിട്ട് തന്നെ പഠിക്കൂ. ഞാൻ ഇവിടെ എഴുതാ. ഇത് ഇച്ചിരി വലുതാണേ. 830584. 830584. മൂന്നെണ്ണം എണ്ണിത്തിരിക്കണം. 1 2 3. ഓക്കെ. 830 ഇതിനകത്ത് ഒരു ഏകദേശം. ഓ, എത്രയാണോ വരുന്നത് അത് ഇവിടെ നോക്കണം. ഏകദേശം എത്ര വരും? 8 വരും. 8 വരും. ഫസ്റ്റ് നമ്പർ 8. അല്ല സോറി, 830 എന്ന് പറയുന്നത് 9 അല്ലേ? 9 വരും. 9 വരും. 9-നും 100-നും ഇടയ്ക്ക് വരും. ലാസ്റ്റ് നമ്പർ 4 അല്ലേ? ലാസ്റ്റ് നമ്പർ 4. ലാസ്റ്റ് 4 വരുന്ന നമ്പർ ഏതാ? ലാസ്റ്റ് 4 വരുന്നത് 94. കറക്റ്റ്. ഒരു ട്രിക്ക് പഠിച്ചില്ലേ? ക്യൂബ് റൂട്ട് അടിച്ചു. വളരെ സിമ്പിൾ ആണ് സാധനം. ഇതിനൊക്കെ 210 ട്രിക്സ് ഉണ്ട് മാത്സിൽ മാത്രം. ഏത് കുട്ടിക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അത് പഠിച്ചു കഴിയുമ്പോഴേക്കും അതെല്ലാം പഠിക്കാൻ പറ്റും. നമ്മളൊക്കെ ഇപ്പൊ ജനിച്ചാ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞാൽ മതി. എന്ത് പാടാ എഞ്ചിനീയറിംഗ് മാത്സ് ഒക്കെ എന്തുമാത്രം ഉണ്ട്. മറ്റേ ഇതിനെല്ലാം ഇത് ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഐക്യൂഡ് സിസ്റ്റത്തിനകത്ത് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ട്രിഗണോമെട്രി, കോണിക്സ്, ജോമെട്രി, എല്ലാ ആൾജിബ്ര, സിംപ്ലിഫിക്കേഷൻ, എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഐക്യു 8 മെയിൻ ആയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന സിലബസ് എന്തൊക്കെയാണ്? ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട്. നമ്മൾ 1 മുതൽ 4 വരെ അബാക്കസ് എന്ന് പറയുന്നതാണ്. 4 വരെ കുട്ടികൾക്ക് നമുക്ക് അബാക്കസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അബാക്കസ് എന്ന് പറഞ്ഞാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ബേസിക് നമ്പർ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അത് 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിക്ക് 4 വരെ അത് പഠിച്ചില്ലാത്ത കുട്ടികൾ വരും. നമുക്ക് 5ാം ക്ലാസ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 5ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക് ഇത് പറ്റത്തുള്ളൂ പഠിക്കാൻ. നമ്മളിത് പക്ഷെ നമ്മൾ ക്ലാസ്സുകളിൽ 3ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. ചില കുട്ടികൾ എക്സെപ്ഷണൽ കേസുകളാണ്. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല. എന്റെ കൂടെ നമ്മളൊക്കെ ഒരു കുട്ടിയാണ് ഇപ്പൊ ഈ വർഷത്തെ സംസ്ഥാന ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ഒരു കുട്ടി. ഇന്ന് അതിന്റെ ഒരു വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. ക്ലാസ് അല്ല, നമ്മളെ കുട്ടിയാണ്. അപ്പൊ അത് നമ്മള് വളരെയധികം അത് നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഭയങ്കരമായ രീതിയിലാണ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് 3ാം ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് നിർബന്ധമായിട്ട് പഠിക്കാൻ പറ്റണം. അങ്ങനെ ഒരു 6 ലെവൽ ഇതിനകത്തുണ്ട്. 5ാം ക്ലാസ്, 6, 7, 8, 9, 10 അങ്ങനെ 6 ലെവലാ. ഓരോ ലെവലിലും നമ്മൾ സ്പീഡ് മാത്തമാറ്റിക്സ്, വേദിക് മാത്തമാറ്റിക്സ്, പിന്നെ റീസണിങ് മാത്സുകൾ, പിന്നെ കൺസെപ്റ്റ്, അങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഒരു എൻസൈക്ലോപീഡിയ പോലെ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മൾ ഈ ഐക്യൂഡ് ആപ്പ് വായിച്ച് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ട്യൂഷന് പോകേണ്ടി വരില്ല. അവനൊരു ടീച്ചറാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കൺസെപ്റ്റ് എടുത്തേക്കുന്നത്. ഇത് പഠിക്കുന്ന ഒരാൾ ടീച്ചറാണ്, അല്ലാതെ കുട്ടിയല്ല. അവൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ നോളജുകളാണ്. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഇന്ത്യൻ നമ്പർ സിസ്റ്റം നമ്മൾ വായിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ്, 10 ക്രോറ്. പിന്നെ പഠിപ്പിക്കുന്നത് 100 ക്രോർ എന്നാണ്. പക്ഷെ അതിനൊക്കെ ഇന്ത്യൻ സിസ്റ്റത്തിൽ വാല്യൂ ഉണ്ട്. അതുവരെ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാത്സിന്റെ എല്ലാ മേഖലയിലുള്ള നോളജുകൾ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുട്ടികൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ അത്രയും നോളജുകളാവാൻ വേണ്ടിയും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ബ്രെയിൻ എക്സസൈസ് ആണ്. ഇവര് ബ്രെയിൻ നന്നായിട്ട് ഷാർപ്പൻ ആവും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച്. പഠിക്കുന്ന കുട്ടികൾ നല്ല ക്ഷമ കിട്ടും. പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ കളിച്ച് നിന്ന് പേടി മാറുന്നുണ്ട്. ഇപ്പൊ ഇത് എളുപ്പമായപ്പോ നമുക്ക് ഫിയർ അങ്ങ് മാറി. ഇത്ര സിമ്പിൾ ആയിരുന്നു. നമുക്ക് പേടിയില്ല. അതുകൊണ്ടാണ് ഞാൻ 5 ഡിജിറ്റ് എഴുതിയത്. അതിപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. സബ്ജക്ട് ഭയങ്കര ഇഷ്ടപ്പെടാൻ പറ്റും. ഫിയർ ഒട്ടും ഉണ്ടാവില്ല. ഒന്നാമത്തെ നമ്മളിപ്പം പ്രോഡക്റ്റ് മേടിച്ച ആൾക്കാരും നമുക്കത് പറയുന്നുണ്ട്. ഭയങ്കര ഫ്രീ ആണ്, ഹാപ്പിയാണ്. രണ്ടാമത്തെ പറയുന്നത് മെമ്മറി ട്രെയിനിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു 25ഓളം മെമ്മറി ട്രിക്സ് ഉണ്ട്. അത് നമ്മൾ ചില കുട്ടികൾക്ക് ന്യൂമോണിക്സ് ആയിരിക്കും എളുപ്പം, ചില കുട്ടികൾക്ക് 4 ലെയർ സിസ്റ്റം ആയിരിക്കും എളുപ്പം. അത് അവരിത് ക്ലാസ് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഏത് മെമ്മറിയിലാണ് ഞാൻ പഠിക്കേണ്ടത്, അത് കിട്ടും. പിന്നെ NLP, നമ്മളെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, നമ്മളെ ബ്രെയിനിനെ ന്യൂറോണിനെ കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അത് അസോസിയേഷന്, മിററിങ്. ഇപ്പം നമ്മൾ കേട്ടോണ്ട് ഇപ്പൊ ഒരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടി പണ്ട് നമ്മൾ പറയും, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് നീലയും വെള്ളയും, അവിടെ നീലയും വെള്ളയാന്ന് എഴുതി നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനാണ് മിറർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഇദ്ദേഹത്തെ എനിക്ക് ഇദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇമിറ്റേറ്റ് ചെയ്താൽ മതി. ബോഡി ലാംഗ്വേജ് ഇദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ ഇടുന്നു, ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കുന്നു. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യും, ഇദ്ദേഹം നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള കുറെ സ്കില്ലുകൾ
കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ചില കാര്യങ്ങൾ ഇപ്പൊ വീട്ടിൽ ചില ആൾക്കാർ നിർബന്ധിച്ച് പറയുന്നുണ്ട് നീ വെജിറ്റബിൾ കഴിക്കണമെന്ന്. അതിലുപരിയായിട്ട് അതിനെ വേറെ രീതി പല രീതി നമുക്ക് കഴിപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോ എന്റെ വീട്ടിൽ മോന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായി എന്റെ വൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവനെ വേറെ രീതി നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നമ്മൾ അത്ര എനർജി കളയേണ്ട ആവശ്യമില്ല. മോന് ഇത് ചെയ്യും, മോന് ഇൻട്രസ്റ്റ് ആണ് ചെയ്യുന്നുണ്ട്. കാര്യം അവന് നമ്മൾ ഇന്റർവ്യൂ കണ്ടു അവൻ അനുകരിക്കുന്നുണ്ട്, അവന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉണർന്ന് ശീലിക്കുന്ന കുട്ടികൾക്ക്, രാവിലെ പഠിക്കുന്ന കുട്ടി, ഞാൻ അവനെ രാവിലെയാണ് കൂടുതലും സ്കൂളിൽ പോകേണ്ടത് പഠിപ്പിക്കുന്നത്. കാര്യം അവൻ രാവിലെ ഉണരുന്നുണ്ട്, വൈകുന്നേരം ഇങ്ങനെ അവൻ കളിച്ചോട്ടെന്നുള്ള ചിന്തയാണ്. ഇപ്പൊ രാവിലെ ഉണർന്നുണ്ട് അവൻ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ എപ്പോഴും പഠിച്ചാൽ മതി, അവൻ രാവിലെ പഠിക്കാൻ ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയാ. പക്ഷെ അത് മാറ്റമുണ്ട്. അവൻ സ്കൂളിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവൻ പറയുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഹാപ്പിയാണ്. മാത്സിലേക്ക് നല്ല മിടുക്കനാണ് നല്ല മകൻ, കുഴപ്പമില്ല. സാറ് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ മോൻ ഈ പറയുന്ന എല്ലാ ഷോർട്ട് കട്ട്സിലൂടെയും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ സാറിന് കിട്ടാതിരുന്ന ഒരു സ്കൂൾ, അതെ അത് അത് കൊടുക്കുന്നുണ്ട്. ഞാനത് ചെയ്യുന്നുണ്ട്. പ്രഷറൈസേഷൻ ഇല്ല, ഒരു പ്രഷർ കൊടുക്കുന്നില്ല, ഇന്നത് ചെയ്യണമെന്ന് പറയുന്നില്ല. അവരെ നമ്മൾ ഒരിക്കലും കുട്ടികളെ ഇല്ല, ഒരിക്കലും ആർക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫുൾ എപ്ലസ് ഒക്കെ ഒരു മാനദണ്ഡം, ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ഒരു മാനദണ്ഡം മാത്രമാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും കുട്ടികളെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ നമ്മളൊരു ചായവാല ഒരാളുണ്ടായിരുന്നില്ല മുംബൈയിലുള്ള, അദ്ദേഹം എവിടൊക്കെ പോയി, ഏതൊക്കെ പരിപാടിക്ക് പോയി, അയാള് കഴിവ് ചായ കുടിക്കുന്നുള്ളതാണ്. ബിൽഗേറ്റ്സ് ഒക്കെ ചായ കുടിക്കുന്നത്. എല്ലാ സ്കില്ലുകളാണ്. ഫ്രാഞ്ചൈസി തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഷെഫുള്ള തന്നെ ലണ്ടനിലൊക്കെ പോയി, അദ്ദേഹം എത്ര മാത്രം വലുതായി. അദ്ദേഹം അന്ന് കുക്കിംഗ് അവര് വീട്ടുകാർ പറയും ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ വിജയൻ ചേട്ടൻ, ഇന്ത്യയുടെ ഫുട്ബോളറാണ് അദ്ദേഹം. നമ്മളെ കൂടെ തന്നെ അദ്ദേഹം ഉണ്ട് കേട്ടോ. ഞങ്ങള് ഈ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണത്, നമ്മളെ മെന്ററാണ്. അപ്പൊ അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പഠിക്കാൻ വളരെ ലോ ലെവലായിരുന്നു, ഒരുപാട് തോറ്റ ആളൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഫുട്ബോളിൽ തിളങ്ങിയില്ലേ, ഇപ്പൊ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റ് നമ്മൾ ബഹുമാനിക്കേണ്ട, അവിടെയൊക്കെ ചെസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ദിവ്യ ദേശ്മുഖ് ഇന്നലെ പുതിയൊരു കുട്ടിയെ വന്നിട്ടുണ്ട്, നമ്മുടെ ഗുഹേഷ് അല്ലെങ്കിൽ പ്രഗ്യാനന്ദ, ഇവരൊക്കെ ചെസ്സിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അവരെ സ്കില്ലിനെ അവർ വളർത്തിയെടുക്കുകയാണ്, ലോകം മൊത്തം അറിയുന്നത്. വീട്ടുകാർ പറയുന്നത് ചെസ് കളിക്കണ്ട, വീട്ടിൽ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞ് മാർക്ക് പഠിക്കാൻ. പക്ഷെ മാറണം, നമ്മൾ എഡ്യൂക്കേഷന് വേണം, ബേസിക് എഡ്യൂക്കേഷൻ വേണം, പഠിക്കുന്ന എഡ്യൂക്കേഷൻ വേണം. അത് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് ഇതൊക്കെയാണ് ഉള്ളത്. IQ ഡെവലപ്മെന്റിന്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിന് വേണ്ടി ഗെയിമുകളാക്കി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്കില്ലില്ലേ ഞാൻ കാണിച്ച നമ്പർ കാണാൻ പറഞ്ഞത്, അതിന് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഗെയിമില്. സ്പീഡ് റീഡിങ് ഒരു കണ്ടന്റാ. പക്ഷെ അത് നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് മാത്രം കളിച്ചു പോകുന്ന ഒരാൾക്ക് ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ മാറ്റം ഉണ്ടാവും. പിന്നെ ഈ ശ്രദ്ധ കിട്ടുന്ന ഗെയിമുകളും ഉണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു വിഷയത്തിന് ഇൻട്രസ്റ്റ് ആണെങ്കിലാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്കും കുറെ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർ ആ ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രമേ കേൾക്കൂ. ഇപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൻ കേൾക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞാലും അവൻ കേൾക്കും. വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവൻ കേൾക്കില്ല. ഇപ്പൊ ഞാൻ പറയുന്ന സബ്ജക്ട് പോലും ചിലപ്പോ എല്ലാരും കേൾക്കണമെന്നില്ല, ഇൻട്രസ്റ്റ് ഉള്ളവരെ കേൾക്കൂ. അതുപോലെയാണ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ. അവന് ഇൻട്രസ്റ്റോടെ പഠിപ്പിച്ചാൽ മതി. ഇപ്പൊ മാത്സിന് ഇൻട്രസ്റ്റോടെ ആക്കി എടുത്താൽ മതി. അതായത് അവനെ കൊണ്ട് പറ്റും. ഇപ്പൊ എനിക്കിപ്പം പറ്റിയത് അതാണ്, മാത്സ് പേടിയുള്ള എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് പ്രൂവ് ചെയ്ത് കാണിച്ചപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി, കോൺഫിഡന്റ് ആവും. ഈ കോൺഫിഡൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കണം. അപ്പൊ 2010 നടന്ന ആ ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് റീചാർജ് അല്ലെ, അങ്ങനത്തെ ഒരു സംഭവം കാരണമല്ലേ സാർ ഇപ്പം ഇന്ന് നിലയിലെത്തി നിൽക്കുന്നത്. നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2010 ആ ഡേയും സെപ്റ്റംബർ മാസം 2-ാം തീയതി. അതെങ്ങനെ ഇത്രയും പ്രിസൈസ് ആയിട്ട് ഓരോ ഡേയ്സ് ഓർത്ത് വെക്കാൻ പറ്റുന്നു? ഞാൻ 2 റീൽസും കണ്ടിട്ടുണ്ടായിരുന്നു, എത്ര വർഷം മുമ്പുള്ള ഡേ ആണെങ്കിലും ഓർത്ത് പറയുമെന്നൊക്കെ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഈ പറഞ്ഞ ഇതൊരു നല്ല കിട്ടേണ്ട ഒരു ടാലന്റ് വേണം, നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ, പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കലണ്ടറും ക്ലോക്കും എല്ലാം നമ്മളെ ഈ സൈഡിൽ തന്നെ ഉണ്ട്. ക്ലോക്ക് കാണിച്ചാൽ എനിക്കിപ്പോ ഒരു ഡേറ്റ് ചോദിച്ചാൽ എനിക്ക് 1 ലക്ഷം വർഷം വരെ കലണ്ടറിന് എത്ര മുമ്പോട്ട് പോയാലും ആ ഡേറ്റ് എനിക്ക് ഓർക്കാൻ പറ്റും. 1 ലക്ഷം വർഷം 1 ലക്ഷം ഒക്കെ നമ്മൾ എനിക്ക് കലണ്ടർ ഇങ്ങനെ ഇപ്പൊ എത്ര ഇപ്പൊ 3865 വർഷം അങ്ങനെ വർഷം നമ്മൾ ആരും ഉണ്ടാകത്തൊന്നുമില്ല. ജനുവരി 4 ചിലപ്പം ChatGPT ഗണിച്ച് പറയുമായിരിക്കും ഇത്ര തീയതി ആയിരിക്കും, അത് വരെ പറയാൻ പറ്റും. എന്റെ ബർത്ത്ഡേ അങ്ങനെയാണെങ്കിൽ ബർത്ത്ഡേ ഏത് വേണം ചോദിച്ചോ, ഞാൻ ആദ്യം നോക്കട്ടെ എന്റെ ബർത്ത്ഡേ എന്താണ്. ChatGPT ചിലപ്പം 5000 8,000 ഒക്കെ കിട്ടുമായിരിക്കും. അതിന് ഞാൻ റാൻഡം ആയിട്ട് ChatGPT അടുത്ത് ചോദിച്ചിട്ട് ഒരു വർഷം പറയാം.
വാട്ട് ഡേ ഈസ് 21st June 1653? 1653 ജൂൺ മാസം 21-ാം തീയതി ഏത് ഡേ ആണ്? 1651 ജൂൺ 21 അല്ലേ? ടഫാണ്. 1653. എനിക്ക് വന്ന് ശനിയാണെന്ന് തോന്നുന്നു. സോറി, ChatGPT-യിൽ അത് മൺഡേ ആണ്. ശനിയായിരിക്കും. ChatGPT-ക്ക് തെറ്റോ? ChatGPT മറ്റേ ഗൂഗിൾ ക്രോം നോക്ക്. ChatGPT 1653 ജൂൺ. ChatGPT-ക്ക് തെറ്റാണെങ്കിൽ നമ്മളിപ്പം നാണം കെടുത്തും. ChatGPT which day? ഗൂഗിൾ ക്രോം. സാറ്റർഡേ. ഗൂഗിൾ ക്രോം നോക്കട്ടെ. തെറ്റാത്. അയ്യോ ChatGPT ഒന്നും ChatGPT ഒക്കെ തെറ്റുകൾ വരുന്നു. ChatGPT തെറ്റാതെ. ChatGPT-യിൽ June 21st 1653 was a Monday എന്ന്. ChatGPT എനിക്കറിയത്തില്ല. ChatGPT-നേക്കാളും ആക്യുറേറ്റ് ഇൻഫോർമേഷൻ തരുന്ന നമ്മളുടെ ഹ്യൂമൻ AI. അപ്പം ChatGPT AI പൊട്ട തെറ്റാണ് തരുന്നത് കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ChatGPT നോക്കി പഠിക്കുന്ന കുട്ടികളുണ്ടെന്നേ. അപ്പൊ പൊട്ട തെറ്റല്ലേ? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ ഈ ഒരു തെളിയിച്ചു. ഗൂഗിളിൽ നോക്കിട്ടെ. ശരിയാ, സാറ്റർഡേ ആണ്. എനിക്ക് തെറ്റത്തില്ല. സാറ്റർഡേ ആണ്. ഞാൻ ഒരു മിനിറ്റിൽ ഞാൻ വിചാരിച്ചു പറ്റിപ്പോയി, പണി പാളി നമ്മളെടുത്ത ട്രിക്ക്. ശരി, അപ്പൊ സർ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത്രയും നേരം കണ്ടത്, ഇത്രയും കാര്യങ്ങൾ കേട്ടത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്ക് തോന്നുന്നു അടിപൊളി ഒരു വിഷനാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ അല്ലേ? കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ സ്കിൽസ് ഏതൊന്ന് തിരിച്ചറിയാനും പറ്റും. സബ്ജക്റ്റിൽ ലവ് ചെയ്താൽ ഉറപ്പായിട്ട് ആ സബ്ജക്റ്റിനെ ഇൻ ഡെപ്തിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതിലൂടെ അവരുടെ ഏരിയ ഏതാന്ന് വെച്ചാൽ അതിൽ പോകാൻ പറ്റും. അത് രക്ഷാകർത്താക്കൾ അതനുസരിച്ച് അവരെ വിടണം. അതെ. പക്ഷെ ഈ ഒരു എക്സ്പോഷർ എല്ലാ കുട്ടികളിലേക്കും എത്തണം. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നും, അതായത് നമ്മൾ ജിമ്മിൽ പോകുന്നത് പോലെ തന്നെ മസിൽ ഗെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഇന്റലിജൻസും ഗെയിൻ കൂട്ടാൻ പറ്റും. ഡെഫിനറ്റ്ലി കൂട്ടാൻ പറ്റും. ഞാൻ ഇതിന്റെ ഇത് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ നേടിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. അത്രമേൽ കോൺഫിഡൻസോടുകൂടി. അതെ, എത്ര കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു വൈസ് ടോക്സ്. ഓക്കെ, നമുക്ക് ഇനി കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നമുക്ക് ഇനിയും ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.